ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഡേ 1 ഓഫ് ഹൈദരാബാദ് സീരീസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് ജേർണിയാണ് കണ്ടത്. സോ ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ടയേർഡായിരുന്നു യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം. സോ റൂമിലെത്തി നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ തൊട്ട് ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് ഈവനിങ് ഒക്കെ ആയപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നു. വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ സമയം ഇപ്പോൾ രാത്രി 7 മണി ആയിട്ടുണ്ട്. നമ്മൾ ചാർമിനാറാണ് പോകാൻ പോകുന്നത്. ഇവിടുത്തെ ട്രാഫിക് ഞാൻ വിചാരിച്ച പോലെ അത്ര സ്മൂത്ത് അല്ല. ഞാൻ രാവിലെയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു സമാധാനമായിട്ടുള്ള റോഡ്, ട്രാഫിക്കൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഇടയിൽ പെട്ടാൽ സത്യമായിട്ട് വട്ട് പിടിച്ചു പോകും. അത് ട്രാഫിക്കാണ്. നമുക്കൊക്കെ ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ കുറച്ചധികം ക്ഷമ വേണം. എന്നാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ലാത്തതും അതാണ്. നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടാണ് തോന്നുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിനൊക്കെ കുറേയൊക്കെ മുകൾ ടച്ച് ഉണ്ട്. എല്ലാം ഷോപ്സാണ്, കൂടുതലും ജ്വല്ലറി ഷോപ്സാണ്, പേൾസ് ഒക്കെ ആയിട്ട്. സോ നമ്മൾ ചാർമിനാറിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഗേറ്റ് കടന്ന് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അതിന് മുൻപായിട്ട് കുറേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ അതിന് ചുറ്റും ഒന്നും അത്ര നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എല്ലായിടത്തും ചപ്പും ചവറും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കുവാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാർഗെയിനൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നല്ല രീതിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. സോ നമ്മൾ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പണ്ടത്തെ GK ടെക്സ്റ്റ് ബുക്കിലെയൊക്കെ പിക്ചർ ഇതേ ലൈവായിട്ട് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചറൽ വണ്ടർ എന്നൊക്കെ പറയാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് അടുത്തുനിന്ന് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി രാവിലെയൊക്കെ ആയിരിക്കാം അത്. ഇതിൻ്റെ ചുറ്റിനും സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളുമാണ്. കൂടുതലും ജ്വല്ലറീസ് ആണ്, എസ്പെഷ്യലി പല വെറൈറ്റീസിലുള്ള ബാംഗിൾസ് ആണ്. കാരണം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബാംഗിൾസും അതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സ്ട്രെച്ചിൽ അതിൻ്റെ ഷോപ്സും. ഞാൻ ഡൽഹി പോയപ്പോൾ പോലും ഇത്ര അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇത് ബാംഗിൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഷോപ്സ് ഉണ്ട്. പിന്നെ നെക്ലസും നെക്ക് പീസസിനൊക്കെ ഷോപ്സ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത് ഈ ബാംഗിൾസിൻ്റെ കടകളാണ്. ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ചാർമിനാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല വിശപ്പും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ബഞ്ചാര ഹിൽസിൽ തന്നെ തിരിച്ചു വന്ന് അവിടെ തന്നെ ഒരു ബിൽഡിങ്ങിലുള്ള പരമ്പര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ അവിടുത്തെ ആൾ വന്നത് ഇങ്ങനെ ഒരു മജ്ലീസ് സെറ്റപ്പിലുള്ള സംഭവത്തിൽ നമ്മൾ കൊണ്ടിരുത്തി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു നല്ല രാജസ്ഥാനി വൈബ് തരുന്ന സ്ഥലമായിരുന്നു. അലോങ് വിത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സോഫ്റ്റ് മെലഡീസും കൂടെ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതിൻ്റെയൊക്കെ ക്ഷീണം അവിടെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടപ്പോൾ മാറി. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അലാക്കാട്ടും ഉണ്ട്, ബൂഫേ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ അലാക്കാട്ടാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങി. അവരുടെ സിഗ്നേച്ചർ ഐറ്റമായ ദഹി കബാബാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ സൈഡ്സ് ആയിട്ട് മിൻ സോസും കുറച്ച് വെജീസും ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഡിഷ് അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം നമ്മുടെ തൈരിനെ ഈ ഒരു രൂപത്തിലാക്കി, അതായത് കബാബ് രൂപത്തിലാക്കി കഴിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മെയിൻ കോഴ്സിനായിട്ടുള്ള ഐറ്റംസ് വന്നു. അതിനായിട്ട് നമ്മൾ പറഞ്ഞത് ഗാർലിക് നാനും ചീസ് സ്റ്റഫ്ഡ് പനീർ ബട്ടർ മസാലയും ആയിരുന്നു. ഈ പനീർ മസാലയൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവിയൊക്കെ ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ലുക്സ് സോ ക്രീമി. സോ ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ടേസ്റ്റ് അപാരമായിരുന്നു. എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ ഐറ്റംസൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് അവർ സെർവ് ചെയ്തു. പിന്നെ റൈസും ഡാൽക്കറിയും ഒക്കെ പറഞ്ഞിരുന്നു, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് നമ്മൾ പറഞ്ഞത് ഗാജർ ഹൽവയാണ്. അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ ആണെങ്കിലും അവർ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗീയും ഒക്കെ ആണെങ്കിലും കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാം. വെജിറ്റേറിയൻ ഡിഷസിലും ഇത്ര മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇത് ഫസ്റ്റ് ടൈമാണ് കണ്ടത്. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. സോ ഒരു ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ക്വിസീൻസ് ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത്, നഷ്ടമായി പോവും. അപ്പോൾ പരമ്പര എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചത്. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും ഈ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ട്രൈ ചെയ്യുക, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.